കൊല്ലത്ത് ഫാത്തിമ കോളേജ് ഗ്രൗണ്ടിൽ നിന്നാണ് വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പുറപ്പെടേണ്ടത്. നിലവിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പല ബസ്സുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഈ ബസ്സുകളൊന്നും തന്നെ ഇവിടെ നിന്ന് നിലവിൽ പുറപ്പെട്ടിട്ടില്ല. ഏകദേശം 100ഓളം ബസ്സുകളാണ് ഈ പാർക്കിംഗ് ഗ്രൗണ്ടും ഇതിനടുത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓൺ GPS ഈ വാഹനങ്ങളിൽ ഘടിപ്പിക്കാത്തതാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിലെ പ്രതിസന്ധി എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെ രാവിലെ 4 മണി മുതൽ ഈ പല ബസ്സുകളെയും ജീവനക്കാർ 4 മണിക്ക് എത്തിയതാണ്. ചില വാഹനങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഈ സാധന സാമഗ്രികളൊക്കെ തന്നെ വാങ്ങിയതിന് ശേഷം ഈ വാഹനങ്ങളിൽ വന്നിരിക്കുന്നവരാണ്. പക്ഷേ അവർക്കൊന്നും തന്നെ ഈ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതിൽ നിലവിൽ പ്രതിസന്ധിയുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ GPS ഈ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് എന്താ പറയുന്നത്? ഇപ്പോൾ പ്രധാനമായും ഇത് ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥയെന്ന് പറയേണ്ടി വരും. കാരണം ഇത് രാവിലെ 4 മണിക്കും 5 മണിക്കും കൊണ്ടുവന്ന വണ്ടികളാണ്. ഈ വണ്ടികൾ വന്നിട്ട് ഇവർക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ യാതൊരു സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. 12 മണിയായപ്പോഴാണ് ഇവർ GPS ഫിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. 12 മണിക്ക് എല്ലാ വണ്ടിയിലും അവരുടേതായ GPS ഉണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ GPS ഫിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് ഉദ്യോഗസ്ഥർ വണ്ടി കയറി ഇരിപ്പുണ്ട്, കുറച്ച് ആൾക്കാർ സെൻറ്ററിൽ കിടക്കുകയാണ്. ഇത് മിഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വണ്ടിയിലുണ്ട്. ഇത് സ്ത്രീകളുണ്ട്, പിന്നെ ജീവനക്കാരുണ്ട്, വണ്ടിയിലെ ജീവനക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് തീർത്തും അനാസ്ഥ തന്നെയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുക. വണ്ടിയെല്ലാം ഫാത്തിമ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും വാഹനങ്ങൾ ഇതുവരെ ഇവിടെ നിന്ന് എടുക്കാനായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില വാഹനങ്ങളിൽ ആ ജീവനക്കാർ ഉൾപ്പെടെ നിലവിൽ ഉള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ വിവരം തേടിയെങ്കിലും സാങ്കേതികമായി നടപടികൾ പൂർത്തീകരിക്കുന്നതിലെ തടസ്സം എന്നുള്ള കാര്യമാണ് നിലവിൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തായാലും ഈ കാര്യത്തിൽ ഒരു അടിയന്തരമായ പരിഹാരം വേണമെന്നാണ് ഈ വാഹനങ്ങളുടെ ഈ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ജീവനക്കാർ നിലവിൽ പറയുന്നത്. എന്തായാലും അധികം വൈകാതെ ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകുകയും പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിരവധി ഈ ബസ്സിലെ മറ്റും ഡ്രൈവർമാർ അതിരാവിലെ ഇങ്ങോട്ട് എത്തിയതാണ്. അവർക്ക് അടിയന്തരമായ പല സൗകര്യങ്ങളും ഒന്നും തന്നെ ഇവിടെയില്ല. ഒപ്പം തന്നെ ഈ ജീവനക്കാരുടെ കാര്യം നോക്കുമ്പോഴും ജീവനക്കാരും പലരും പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് സാമഗ്രികൾ വാങ്ങിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത്. അവരുടെ പലരുടെയും കയ്യിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് വേണ്ട മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അതെല്ലാം ആയിക്കൊണ്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു സാങ്കേതിക തടസ്സം മൂലം ഈ GPS ഘടിപ്പിക്കാത്തത് മൂലം ഇവർക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം. ഈ ബസ്സിൽ ജീവനക്കാരുണ്ട്. അവർ ഇതിനോടകം തന്നെ എല്ലാ സാമഗ്രികളും കൈപ്പറ്റി സജ്ജമായിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്തരത്തിൽ GPS ഉൾപ്പെടെ ഘടിപ്പിക്കാത്തതാണ്. അവർക്ക് നേരിട്ട് ചാനലുകളോട് സംസാരിക്കുന്നതിൽ അവർക്ക് പരിമിതിയുണ്ട്. സർക്കാർ ജീവനക്കാരാണ്, അവരുടെ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യമാണ്. അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് ജില്ലാ കളക്ടർ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. ഈ വണ്ടികളിൽ GPS ഘടിപ്പിച്ചോ അല്ലാതെയോ ഇവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു നടപടികൾ ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.